അല്ലേ, ലീവല്ലേ, അപ്പോൾ വൈകുന്നേരം മടി പിടിച്ചിട്ടിരിക്കുക, ചായക്ക് ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് അപ്പു വിളിക്കുന്നത്. അപ്പു വിളിച്ചിട്ട്, ഹലോ ചിറ്റേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ചായക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാല്ലേ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്കൊരു ഓഫറായിരുന്നു. ഓക്കെ, ഈ വാങ്ങിയിട്ട് പോരുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ വെജിറ്റബിൾസും മുട്ടയും പിന്നെ ചിക്കനും മയണീസും അങ്ങനെ കുറേ സാധനങ്ങൾ, ബണ്ണും ബ്രെഡും. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചേ? അപ്പോൾ അവൻ പറയാ, ഞാനിവിടെ വന്നിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണെന്ന്. പെട്ടില്ലേ. പിന്നെ ഞാനും മിന്നും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രീഷ്മ, അവൾ വീട്ടിൽ വന്നതാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പൂൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവൻ പറയണ പോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അങ്ങനെ ഞങ്ങളിത് ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്രയും ആളുകളുടെ പ്രയത്നത്തിൽ ഇവൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയുള്ള കാര്യമായിരുന്നു. രണ്ടാമത്തത്, നമ്മൾ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ബർഗർ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത്. അറിഞ്ഞുകൂടാ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നല്ലാതെ ഒരു ഹോം മെയ്ഡ് ബർഗർ ഒന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കും, ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഓംലെറ്റ് പൊരിച്ച് വെച്ചിട്ട് അങ്ങനെ സ്കൂളിൽ കുട്ടികൾ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബർഗറൊന്നും നമ്മളിതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ട്രൈ ചെയ്തൊരു സംഭവമായത്. അപ്പോൾ പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിയായിട്ടോ, അത് വേറെ കാര്യം. കുട്ടികളൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ മക്കളാരും വരണ്ട, ഇത് അമ്മയും ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെയാണ് അത് ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ അപ്പൂന് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർ വെറുതെയെങ്കിലും എല്ലാ സാധനത്തിലും വെളുത്തുള്ളി വാരി വിതറുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാടാന്ന് പറഞ്ഞപ്പോൾ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ വേറെ വെച്ചിട്ട് അത് 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 കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ എല്ലാത്തിലും കയറി വെളുത്തുള്ളി ഇടുന്നത്. പിന്നെ ഉണ്ടാക്കി തുടങ്ങി. ഇവൻ വരുമ്പോൾ അവോക്കാഡോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബർഗറും ചായയ്ക്ക് പകരം നമുക്കിന്ന അവോക്കാഡോ ജ്യൂസ് അടിച്ചിട്ട് അതും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബർഗറൊക്കെ അവനാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാ സംഭവങ്ങളും അവൻ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഈ എഗ്ഗൊന്നും ഓംലെറ്റ് പോലെയൊന്നും അതൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഓരോ പ്രാവശ്യം ഓരോന്ന് ഉണ്ടാക്കി കഴിയുന്നതിനനുസരിച്ച് ഇവൻ ഇങ്ങനെ പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ചെയ്താലോ, അത് നമുക്ക് അങ്ങനെ ചെയ്താലോ, അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി അവസാനം ബർഗറൊക്കെ ആയി. പിന്നെ ഈ ബണ്ണ് വളരെ കുറച്ച് ബണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഞങ്ങൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്ത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും വിവരങ്ങളൊക്കെ ഒന്നും പറയണ്ടെന്ന് തോന്നുന്നു, എല്ലാം കാണുമ്പം നമുക്ക് മനസ്സിലാവും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സാധനം ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്ര അളവിലെടുക്കണമായിരുന്നു, എങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളത് നോക്കിയിട്ടല്ല ചെയ്തത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ ഓക്കെ എന്നാൽ അത് വീഡിയോ ആയിട്ട് ഇടാമെന്നുള്ള രീതിയിൽ. താങ്ക് യു.